ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ ആട്ടോ അത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാട്ടോ. അത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം അത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണമെന്നൊന്നുമില്ല, ഒരു 2 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബോണുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സോൾട്ട് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓണിയനാണ്. അപ്പോൾ ഓണിയന് 2 എണ്ണം സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയായിട്ടൊന്ന് ഞാൻ റെഡി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വരും. അപ്പോൾ ഞാൻ 2 ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പെപ്പർ പൗഡറാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പെപ്പർ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കൂടുതൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത പെപ്പർ പൗഡറാണ്. അത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ലെമണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാൻ 1 ലെമൺ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. പൊടിഞ്ഞു പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലെമൺ ഫുള്ളായിട്ടുള്ള ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഒരു ഡ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കന് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില. അപ്പോൾ എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ കറിയിലും മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അതിന്മേലൊന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ തന്നെ മല്ലിയില ശരിക്കും വാടിപ്പോയിക്കോളും. അപ്പോൾ പിന്നെ ഇത്രക്കൊന്നും കാണില്ല. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.